ക്രഷ് രചന നീലാംബരി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. വൈരിനൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് മുഖത്തൽപ്പം ഗൗരവം വാരി വിതറിയിരുന്നു. അല്ലാതെ മതിമറന്ന് നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ. ഒന്നുമില്ലെങ്കിലും താനൊരു സെലിബ്രിറ്റി അല്ലേ. മുന്നിൽ വന്ന് നിൽക്കുന്ന 3 പെൺകുട്ടികളുടെ ഒരുവള മാത്രം ഏറെ നേരം നോക്കി. വേറൊന്നും കൊണ്ടല്ല, ജീവിതത്തിൽ ആദ്യമായ ഒരു സ്ത്രീ എന്ന നിലയിൽ നോക്കിയാൽ അവളുടെ ദേഹത്ത് മാത്രമാണ് താൻ കൈവച്ചത്. അവളുടെ നെറ്റിയിൽ ഇപ്പോഴും ഉണ്ട് അതിന്റെ അവശേഷിപ്പുകൾ. കാരണം വാമിക, തന്റെ പെങ്ങൾ, തനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടവളാണ്. അവളുടെ ദേഹം വേദനിച്ചു എന്ന് അവൾ പറഞ്ഞ താൻ മുന്നും നോക്കാറില്ല. അന്നേരം ആണോ പെണ്ണോ എന്നൊന്നും താൻ നോക്കില്ല. ഒരു പെൺകുട്ടിയുടെ വയറിൽ തൊഴിച്ചവളെ പിന്നെ പൂന്നുള്ളി പൂജിക്കണോ? മനസ്സിൽ അവൻ അങ്ങനെയൊക്കെ ചിന്തിച്ചെങ്കിലും യാതൊരുവിധ വികാരങ്ങളും ഇല്ലാതെ മുന്നിൽ വന്ന് നിൽക്കുന്നവരുടെ മുഖത്ത് മാത്രമല്ല, ഒരു വേള അവളുടെ ഉടലാകെ അവന്റെ കണ്ണുകളൊന്നാകെ ഓടി നടന്നു എന്ന് വേണം പറയാൻ. ഇന്നലെ ചുരിദാറിൽ കണ്ട പോലെയല്ല മെയ് വഴക്കം എടുത്തു കാട്ടുന്ന പെണ്ണുടൽ. അവന്റെ കണ്ണുകൾ ലക്ഷ്യമില്ലാതെ പരക്കം പാഞ്ഞു. ഇടയ്ക്കിടക്ക് അറിയാതെ അവളിലേക്ക് നോക്കിപ്പോകും പോലെ എന്തോന്ന് അവളിലേക്ക് വലിച്ചടുപ്പിക്കുന്നു. വാമികയും അഞ്ജലിയും ഏകയും അതിമറന്ന് നോക്കി നിന്നുപോയി. ദേവന്റെ മുഖത്തും ഞെട്ടൽ പ്രകടമാണ്. ഓഫീസിൽ അയാൾ അധികം പോവാറില്ല. 1 വർഷമായി തീരെ ഇല്ലെന്ന് വേണം പറയാൻ. മാനേജർ മുകേഷാണ് എല്ലാം നോക്കി നടത്തുന്നത്. തെറി വിളിക്കാൻ മാത്രം വന്നു പോകുന്ന ദേവൻ ആദ്യമായിട്ടാണ് ഇത്രയും സുന്ദരികളായ പെൺകുട്ടികൾ തന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞത്. ഇന്നലെ കണ്ടപ്പോൾ കൂടി അധികം ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. കാരണം സ്വന്തം മകളുടെ മുമ്പിൽ വെച്ച് എങ്ങനെ വായി നോക്കാൻ പറ്റും? അതുകൊണ്ടാണ് കോഴിത്തരം മറച്ചു വെച്ച് ഇന്നലെ വായിൽ തോന്നിയ മൊത്തം പിള്ളേരെ വിളിച്ചു പറഞ്ഞു. ദേവന്റെ മാത്രമല്ല, ജയറാമിന്റെ കണ്ണുകൾ ഏകിൽ തന്നെ തറഞ്ഞിന്ന് പോയി. ഉയർന്ന മാറിടങ്ങളും ഒതുങ്ങി വിരിഞ്ഞ അരക്കിട്ടും യൂണിഫോമിൽ അവയ്ക്ക് എടുത്തു കാട്ടുന്ന പോലെ ചുണ്ടിൽ ചായം തേച്ചിട്ടില്ല. പകരം നനവാർന്ന് ചുവന്ന് തൊടുത്ത അധരങ്ങളിൽ ചോരക്കിനിയും പോലെ. എല്ലാം കണ്ടിരുന്ന മുകേഷിന്റെ ഉള്ളിൽ ഒരു വെള്ളിടി വെട്ടി. MD ദേവൻ ഒരു കുഞ്ഞു കാമദേവൻ കൂടിയാണെന്ന് അയാൾ അടുത്തറിയാവുന്നവർക്കറിയുന്ന കാര്യമാണ്. ഓഫീസിൽ വരുന്നു എന്ന വ്യാജേന ബാംഗ്ലൂർ വരുന്ന പോലും അയാളുടെ കുൽസിത പ്രവൃത്തികൾക്ക് വേണ്ടി കൂടിയാണ്. ഓഫീസിൽ കൊള്ളാവുന്ന വല്ല പെൺപിള്ളേരുണ്ടോ എന്ന് ഇടയ്ക്കിടെ അയാൾ ചോദിക്കാറുള്ള മുകേഷ് ഓർത്തുപോയി. പക്ഷേ പെൺപുലികൾ ജോലി ചെയ്യുന്ന തങ്ങളുടെ ഓഫീസിൽ വന്ന് പെണ്ണിനെ വളക്കാൻ MDക്ക് പോലും പേടിയാണ് എന്നുള്ളത് പച്ചയായ സത്യമാണ്. ഋതുവാതിരെയും കാണാൻ സുന്ദരി കുട്ടികൾ തന്നെയാണ്. പക്ഷേ ഏക അവളെ ആര് കണ്ടാലും ഒരിക്കൽ കൂടി നോക്കാൻ തോന്നും. സംസാരിക്കാനും അടുത്തെറിയാനൊക്കെ തോന്നും. ഇത് താൻ പറഞ്ഞല്ല, ഓഫീസിലെ മെയിൽ സ്റ്റാഫുകളുടെ ഇടയിലുള്ള സംസാരമാണ്. അതുകൊണ്ട് തന്നെയാണ് ഓഫീസ് സമയം കഴിഞ്ഞ ശേഷം നോക്കി ദേവൻ 3 പെൺകുട്ടികളെ ഇന്നലെ ഓഫീസിലേക്ക് വിളിച്ചിരുത്തിയപ്പോൾ താനും കൂടി ഓടിച്ചെന്ന്. അഞ്ജലിയും വാമികയും കൂടെയുള്ള വിവരം അവിടെത്തിയ ശേഷമാണ് താൻ അറിയുന്നത് പോലും. സൺഗ്ലാസ് വെച്ചുകൊണ്ടാവും ഏക കണ്ണ് ചിമ്മാൻ മറന്ന് വൈരിനെ തന്നെ നോക്കി നിന്ന്. മറ്റൊന്നും അവൾ ശ്രദ്ധിച്ചില്ലെന്ന് വേണം പറയാൻ. ഗ്ലാസ് വിൻഡോക്ക് അടുത്തിരിക്കുന്നവന്റെ വെളുത്ത ഷർട്ടും കടന്ന് സൂര്യപ്രകാശം അവന്റെ ശരീരത്തിലേക്ക് അരിച്ചിറങ്ങുമ്പോൾ കണ്ണഞ്ചിപ്പിക്കുന്ന തിളക്കമാണ് അവനെന്ന് തോന്നിപ്പോയി അവൾക്ക്. സൺഗ്ലാസ് ഒന്ന് ഊരി മാറ്റി ആ തിളക്കം ആസ്വദിച്ചാലോ എന്ന് പോലും തോന്നിയ നിമിഷം മനസ്സിലേക്ക് ഓടിയെത്തിയത് അവൻ 2 അടിയൊന്ന് എടുത്തെറിഞ്ഞ രംഗമാണ്. വേണ്ട, ഇനിയൊരു അടി കൂടി കിട്ടിയാൽ പിന്നെ ഞാനത് താങ്ങില്ല. അടി കിട്ടേണ്ട പ്രവൃത്തിനെ താനും കാണിച്ച് ആരാ എന്താ എന്ന് നോക്കാതെ താനും ഈ പെൺകുട്ടികൾ അടിച്ചില്ലേ? അങ്ങനെയൊക്കെ ഓർത്തുകൊണ്ട് ഏക ഒരു വട്ടം ഒന്ന് തലകുനിച്ച് തന്റെ ഷൂവിലേക്ക് ഒന്ന് നോക്കി പുഞ്ചിരിച്ചു പോയി. നെറ്റിയിൽ ഒട്ടിച്ചിരിക്കുന്ന ബാൻഡേജിലൊക്കെ ചുമ്മാവും തൊട്ട് കാലൊക്കെ വെറുതെ നനയ്ക്ക് ആടി നിവർന്ന് നോക്കിയതും ഒരുവന്റെ നോട്ടം അവിടെ നേർക്കാണെന്ന് കാണെ പെണ്ണൊന്ന് പിടഞ്ഞുപോയി. അവന്റെ മുഖം വിൻഡോയുടെ സൈഡിലേക്കാണ്. പക്ഷെ കണ്ണുകൾ കൊണ്ടുള്ള കൂർത്ത നോട്ടം തന്റെ നേരെയാണ്. ആ നോട്ടത്തിലേക്ക് ഒരിക്കൽ കൂടി അറ്റൻഷനായി നിന്നുപോയി. നാവിറങ്ങിയുന്ന അഞ്ജലിക്ക് ഉച്ചയിൽ ഇരച്ചു കയറി. എന്ത് നല്ല ഒന്നാന്തര അസൂയ. ഇന്നലെ മുതൽ ലോ ക്ലാസ് എന്നും ബാജി എന്നൊക്കെ വട്ടപ്പേരിട്ട് കളിയാക്കി താൻ വിളിച്ചവളാണ് മുന്നിൽ സ്റ്റൈലും യൂണിഫോമിൽ കത്തി നിൽക്കുന്നത്. റിമോട്ട് കയ്യിലെടുത്ത് സ്പീക്കർ ഓഫ് ചെയ്ത ശേഷം അഞ്ജലി 3 പേരുടെയും മുമ്പിൽ വന്ന് നിന്നു. ആതിരാൻ ഋതു, നിങ്ങൾക്ക് ഡ്യൂട്ടി എൻ്റെ ഗാർഡ്സ് എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഇവൾക്ക് വാട്ട് ഈസ് യുവർ നെയിം? അവസാനം ഏകയെ നോക്കി മുഖം ചൊളിച്ചുകൊണ്ട് അഞ്ജലി ചോദിക്കുമ്പോൾ ഏക അഞ്ജലിയെ നോക്കി. യൂണിഫോം ഷർട്ടിന്റെ ലെഫ്റ്റ് സൈഡിലായി വെണ്ടക്കാക്ഷരത്തിൽ പേരെഴുതിയൊരു നെയിം ബാഡ്ജ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നോക്കി തന്നെയാണ് ആതിര ഋതു എന്നൊക്കെ അഞ്ജലി ഞെളിഞ്ഞെന്ന് വിളിച്ചു പറഞ്ഞത്. പക്ഷെ തൻ്റെ അടുത്ത് വന്നപ്പോൾ മാത്രമേ അവളെന്താ കണ്ണൂട്ടിയായി പോയോ? അങ്ങനെ ചിന്തിച്ചു പോയി ഏക. റൈറ്റ് ഹാൻഡിലെ ചൂണ്ടുവിരൽ കൊണ്ട് നെയിം ബാഡ്ജിലൊന്ന് വിരലോടിച്ചുകൊണ്ട് ഏക കടുപ്പിച്ച് എന്നെ പറഞ്ഞു. ഏക വിശ്വനാഥൻ. വാട്ട്? ഏക? വാവ്, ഡേർട്ടി നെയിം. വിശ്വനാഥൻ നിന്റെ കെട്ടിയോനാണോ? വെറും പുച്ഛം വാരി വിതറി അഞ്ജലി ഏകയെ ചൊടിപ്പിച്ചു. ഏകയുടെ മുഷ്ടിയൂരുണ്ട്. പക്ഷെ ഇവിടെ സമയം പാലിക്കാൻ നിവൃത്തിയില്ല. നോ മാം, എൻ്റെ ഫാദറാണ്. ടെൽ മീ ഇൻ ഇംഗ്ലീഷ്. നിനക്ക് മലയാളത്തിൽ സ്പീച്ചാൽ മാത്രമേ അറിയൂ. എന്നിട്ട് ശരീരത്തിന് ചേരാത്ത ഒരു ലുക്കും സ്വയം നീ വലിയ ആളാണെന്നാണല്ലേ നിന്റെ പാവം. ലോ ക്ലാസ്. വിശ്വനാഥൻ ഈസ് മൈ ഫാദർ. പിന്നെ മാഡം മലയാളിയാണല്ലോ. മാഡത്തിൻ്റെ ബോഡി ഗാർഡ് നിലക്ക് മാഡത്തിന് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ സംസാരിച്ചാൽ മതിയല്ലോ. ഏകയും വിട്ടുകൊടുത്തില്ല. ആദ്യമേ താഴ്ന്നു കൊടുത്താൽ തലയിൽ കയറും.
തങ്ങൾക്ക് നാക്കും മൂക്കും ഒക്കെ ഉണ്ട്. നീ ഒരുപാടും കിടന്ന് കുരക്കണ്ട, ചോദിക്കുന്നതിന് മാത്രം ഉത്തരം തന്നാ മതി, മനസ്സിലായോ? ആർ യു മാരീഡ്? നോ. പാട്ട് നത്തിങ് മാൻ. ആർ യു സിംഗിൾ? നോ. നോ? ഓ നോ. ഓക്കെ. നിന്റെ ബോയ് ഫ്രണ്ട് ആരാ? അഞ്ജലി ആ ചോദ്യം ചോദിച്ചോ വൈരിന്റെ കണ്ണുകൾ വീണ്ടും ഏകയിൽ തെറഞ്ഞു. അതെന്റെ വ്യക്തിപരമായ കാര്യമാണ് മാം. എനിക്കിവിടെ അത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. നിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയൊന്നുമില്ല. ഡ്യൂട്ടി സമയത്ത് ഫോൺ ചെയ്ത് കൊഞ്ചാനും കൊഴിയാൻ അഴിഞ്ഞാടി നടക്കാനൊന്നും സമ്മതിക്കില്ല ഞാൻ. നിനക്ക് അതാണല്ലോ കൂടുതൽ ഇഷ്ടവും. നിന്റെ ബോയ് ഫ്രണ്ട് ആരാണെന്ന് അറിയേണ്ട കാര്യം എനിക്കില്ല. അന്ന് നിന്നെ വലിച്ചെടുത്തോണ്ടോ എടുത്താൽ ഞാൻ കണ്ടതല്ലേ? അത് മാത്രമേ ഉള്ളൂ, അതോ ഇനിയുണ്ട് ലിസ്റ്റില്? അയ്യോ മാം, അതിന്റെ ഫിയാൻസിയാ വരുൺ. ഋതു ഇടയ്ക്ക് കയറി പറഞ്ഞു. ഓ, അപ്പൊ നിന്റെ ഫിയാൻസി ഇവളാണോ കൊണ്ടു കിടക്കുന്നത്? അല്ല, അന്ന് പബ്ബിൽ വെച്ചാൽ ഇവളെ രക്ഷിച്ചുകൊണ്ട് പോകുന്ന ഞാൻ കണ്ടതാ. ഋതു, നീ ഒന്ന് സൂക്ഷിച്ചോ. അവന്റെ ആ ചേർത്ത് പിടിക്കാത്ര സുഖമുള്ള കാഴ്ചയല്ല. സ്വന്തം കഞ്ഞിയിൽ പാറ്റി വീഴാതെ നോക്കിക്കോ നീ. ഇപ്പൊ തന്നെ സൺഗ്ലാസ് വെച്ച് ഇവളിവിടെ നിൽക്കുന്നെങ്കിലും ഇവിടെ നോട്ടെങ്ങോട്ടാവുന്ന എനിക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. നോക്ക്, വൈരിൻ ഈസ് മൈ കസിൻ. അവനെങ്ങാനും വളക്കാൻ നോക്കിയാൽ. അഞ്ജലി! അഞ്ജലി പറഞ്ഞു കഴിഞ്ഞില്ല. വൈരിനൊന്ന് ഉറക്കാറിക്കൊണ്ട് എഴുന്നേറ്റു. അഞ്ജലി ഞെട്ടി തിരിഞ്ഞു നോക്കി. മൈ ബോയ് എന്ന് പറയാമെന്നാണ് അഞ്ജലി ആദ്യം കരുതിയത്. പക്ഷെ മൈ ബോയ് എന്ന് പറയാൻ മാത്രം ബന്ധമൊന്നും തങ്ങൾക്കിടയിൽ ഇപ്പോൾ ഇല്ല. അഞ്ജലിയെ നോക്കി ദേഷ്യത്തോടെ തന്നെ അവൻ അവൾക്ക് മുമ്പിലായി വന്നു നിന്നു. What the hell are you talking about? Mind your tongue, അഞ്ജലി. വരുന്നവരും പോകുന്നവരും കണ്ണി കണ്ട സർവൻസ് ഒക്കെ വളക്കാൻ ശ്രമിക്കാനായി. ഐ എം നോട്ട് എ കോളേജ് സ്റ്റുഡന്റ്. മേലിൽ ഇത്തരത്തിൽ സംസാരം ഉണ്ടാവരുത്. യു അണ്ടർസ്റ്റാൻഡ് റൈറ്റ്? എന്റെ ടോപ്പിക് എടുത്തിരുന്നു പോയിട്ട് എന്റെ നിഴൽ വെട്ടത്ത് പോലും കണ്ടുപോരുത് ആരെയും. ചാടി എഴുന്നേറ്റ് വന്ന് ഡയലോഗ് അടിച്ചവൻ ചാടിത്തുള്ളി അകത്തേക്ക് പോകാൻ ഒരുങ്ങിയതു. എക്സ്ക്യൂസ് മീ സർ, സാറ് പറഞ്ഞ് ഇത്രയും എന്നെ ഉദ്ദേശിച്ചാണെങ്കിൽ ഞാൻ ആരെയും സെർവൻ്റ് അല്ല. അഞ്ജലി മാം, ഞാൻ നിങ്ങളുടെ കാർഡ് മാത്രമാണ്. ഞാനിവിടെ വന്ന് എൻ്റെ ഡ്യൂട്ടി ചെയ്യാനാണ്, അല്ലാതെ ആരെയും വളക്കാനല്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. പിന്നെ കൂളിംഗ് ഗ്ലാസ് വെക്കുന്ന ഷോ കാണിക്കാനല്ല മാം. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പ്രോട്ടോകോൾസ് ഉണ്ട്. അത് ഞങ്ങൾ ഫോളോ ചെയ്യണമെന്നുള്ളത് ഞങ്ങളുടെ MD ദേവൻ സാർ കർശനമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അല്ലാതെ രാത്രിയോ പകലൊന്നില്ല സൺഗ്ലാസ് വെച്ച് ചേർക്കാൻ ഞങ്ങൾക്കും തീരെ താല്പര്യമില്ല. ഏകയുടെ വാക്കുകൾ അവസാനിച്ചോ ജയറാം തിടുക്കത്തിൽ മുന്നോട്ട് വന്നു. നീ ആരോടാടി സംസാരിക്കുന്നത്? നിനക്ക് മാഡത്തിന്റെ റേഞ്ച് എന്താണെന്നറിയോ? അവള് നീന്ന് പ്രസംഗിക്കുക. ഷോ കാണിക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിനക്കോ കൂളിംഗ് ഗ്ലാസ്? നീ ആരാ? പ്രൈം മിനിസ്റ്ററുടെ ബോഡി ഗാർഡാണോ? അത്രയും പറഞ്ഞപ്പോഴാണ് ജയറാമിന്റെ നെഞ്ചിലെ കല്ലിറങ്ങിയത്. പക്ഷെ അയാൾക്ക് മറുപടി എടുത്ത് മുകേഷാണ്. മിസ്റ്റർ ജയറാം, പ്രൈം മിനിസ്റ്ററിന് മാത്രമല്ല എല്ലാ ബോഡി ഗാർഡ്സിനും ഒരേ പ്രോട്ടോകോൾ തന്നെയാണ്. നിങ്ങൾ ഏതെങ്കിലും ഫംഗ്ഷനിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്കെതിരെ ഏതെങ്കിലും തരത്തിലൊരു അക്രമി ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ ഗാർഡ്സിന്റെ കൂളിംഗ് ഗ്ലാസ് അവർ അസ്വസ്ഥരാക്കും. കാരണം ഗാർഡ്സ് ഏത് ദിശയിലാണ് നോക്കുന്നതെന്ന് അവർക്ക് കാണാൻ സാധിക്കില്ല. അതുമൂലം അവർ നിങ്ങളെ ആക്രമിക്കാനുള്ള കോൺഫിഡൻസ് നഷ്ടമാവും. അതുകൊണ്ട് മാത്രമാണ് ബോഡി ഗാർഡ്സ് കൂളിംഗ് ഗ്ലാസ് യൂസ് ചെയ്യുന്നത്. മുകേഷ് പറഞ്ഞിരുത്തിയതും അഞ്ജലി അയാൾക്ക് നേരെ തിരിഞ്ഞു. അങ്ങനെ ഒളിഞ്ഞിരുന്ന് ആക്രമിക്കാൻ മാത്രമുള്ള ശത്രുക്കളൊന്നും എനിക്കില്ലടോ. താനും വലിയ വായുള്ള വർത്തമാനങ്ങളൊന്നും പറയണ്ട, കേട്ടല്ലോ. പക്ഷേ നേരത്തെ ഒരുവനെ പിന്നിൽ നിന്ന് വിളിച്ചിരുന്നു. എക്സ്ക്യൂസ് മീ സാർ എന്നോ മറ്റോ. അതേ നിൽപ്പിൽ നിന്നവനെ ആരും മൈൻഡ് ചെയ്തില്ല. അതുകൊണ്ടാവണം വൈര്യൻ പെട്ടെന്നാണ് ഏകക്ക് മുന്നിൽ കയറിയെന്ന്. അത്രയും അടുത്ത് ദേഷ്യത്തിൽ വന്ന് നിന്ന് തന്നെ തുറിച്ചു നോക്കുന്നവനെ കാണെ ഏക ഒന്ന് പുറകിലേക്ക് വേച്ചു പോയി. Did I tell you something? മുരളും പോലെയുള്ള പതിഞ്ഞ സ്വരം അവളിൽ നിന്ന് വിലങ്ങനെ തലയാട്ടി. Say yes or no? No sir. Then why did you call me? Why? എപ്പോ? അത് സർ, എന്നെ സെർവന്റ് എന്ന് വിളിച്ചോണ്ടാ ഞാൻ. അത്രയും നേരം അഞ്ജലിയോട് കട്ടക്കിന്ന് സംസാരിച്ചവൾ അവന്റെ ആ ചോദ്യത്തിലും ഭാവത്തിലും ഒന്ന് പതറി. മാത്രമല്ല ഒരു വിരൽ തുമ്പകലെയാണ് വന്ന് നിൽക്കുന്നത്. ശ്വാസം പോലും മുഖത്ത് വന്ന് പതിക്കുന്നു. പിന്നിലേക്ക് അകന്നു മാറുമ്പോഴും ചൂടുകൾ മുന്നിലേക്ക് വയ്ക്കുകയാണ് അവൻ. പക്ഷേ വിക്കിയാണെങ്കിലും ആളവന്റെ ചോദ്യത്തിലുള്ള മറുപടി പാതി വഴിയിൽ പറഞ്ഞു നിർത്തി. എനഫ്! കൈ ഉയർത്തി അവളുടെ മുഖത്തിന് നേരെ പിടിച്ചവൻ. എന്റെ ഫാമിലിയാണ് നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. അവരോട് ഞാൻ പലതും സംസാരിക്കും, ആരെക്കുറിച്ചും പല രീതിയിലും സംസാരിക്കും. അതിന് അവർ മാത്രമായിരിക്കണം എന്നോട് മറുപടി പറയേണ്ടത്. എന്റെ മുമ്പിൽ വന്ന് നിൽക്കാനുള്ള യോഗ്യത കൂടി നിനക്കില്ല. നീ എന്ത് പ്രോട്ടോകോളാ ഫോളോ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഈ വൈരിന്റെ കീഴിൽ ജോലി ചെയ്യുന്നവർക്ക് വേറെ റൂളായിരിക്കും. പറ്റില്ലെങ്കിൽ ഗെറ്റ് ഔട്ട്. RV ഗ്രൂപ്പിന്റെ ഒരൊറ്റ സ്ഥാപനത്തിൽ നിന്നെ കണ്ടുപോകരുത്. വൈരിനെ ഏകയെ നോക്കിക്കൊണ്ട് തന്നെ ദേവനോടായി അലറി. അത്രയും നേരം ഷോ കണ്ടി രസിച്ച ദേവൻ ഒരു ചെറുപിഞ്ചിരിയോടെ വൈരിന്റെ അടുത്തേക്ക് നടന്നു വന്നു. കയ്യിൽ കിട്ടിയ പൊന്മുട്ടെങ്ങനെയാണ് കളയുക? നീ ഒന്ന് കൂളാകുമോനെ, കൊച്ചു പിള്ളേരല്ലേ, നമുക്ക് നോക്കാന്നേ. ഏക കൊച്ചെ, കമ്പനി റൂൾസ് തൽക്കാലം നീ മറന്നേക്ക്. അഞ്ജലി പറയുന്ന കേട്ട് നിന്ന ഒരവസരം കൂടി ഞാൻ തരാം. ഇല്ലെങ്കിൽ നിനക്കൊക്കെ പോവാം. എന്താ, എന്തു പറയുന്നു? ഏക അടിമുടിയൊന്ന് ഒഴിഞ്ഞുകൊണ്ട് ദേവനത് പറയുമ്പോൾ അവളൊന്നും പറയാതെ അങ്ങനെ നിന്നു. അവിടെ ഒരു സൺഗ്ലാസ് ഊരി മാറ്റടി. ഇത് വെച്ചിട്ട് നിനക്കിപ്പോ ചെവി കൂടി കേൾക്കാൻ പറ്റാതായോ? അതാണോ വൈദ്യം പറഞ്ഞിട്ട് എന്റെ പപ്പാറിന്റെ നാവറിക്ക് പോലെ നിൽക്കുന്നേ?
അഞ്ജലി വേഗം തന്നെ ഏകയുടെ മുഖത്തിന് നേരെ കൈനീട്ടി സൺഗ്ലാസ് ഊരി നിലത്തേക്ക് എറിഞ്ഞു. ആ നിമിഷം തന്നെ അഞ്ജലിയുടെ കൈ ഏകയുടെ നെറ്റിയിൽ ശക്തിയിൽ പതിക്കുകയും നെറ്റിയിലെ മുറിവിലായി ഒട്ടിച്ചിരിക്കുന്ന ബാൻഡേജ് ഇളകി മാറുകയും ചെയ്തു. മുറിവിൽ നിന്നും ചോര പൊടിയിച്ചുകൊണ്ടൊരു വേദന അവളിലുണ്ടായതും ഒന്ന് എരിവലിച്ചുകൊണ്ട് ഏക നെറ്റിയിൽ അമർത്തി പിടിച്ചുപോയി. അഞ്ജലിയുടെ ആ പ്രവൃത്തിയിൽ വലിയ ദേഷ്യം തോന്നിയെങ്കിലും അഞ്ജലിയെ പിടിച്ച് പുറകിലേക്ക് തള്ളി മാറ്റിയതല്ലാതെ ആ സമയം കൂടുതൽ പ്രതികരിക്കാനൊന്നും അവനും മെനക്കെട്ടില്ല. ഏകയിൽ നിന്നും തള്ളിയിട്ടുമോ എന്നുള്ള കരുതലാണ് വൈര്യൻ അഞ്ജലിയോട് കാട്ടിയെന്നാണ് അവിടെ നിന്നവരെല്ലാവരും കരുതിയത്. അപ്പോൾ തന്നെ വൈര്യന്റെ ഗാർഡ് ഡേവിഡ് തന്റെ കർച്ചീഫ് ഏകയുടെ നെറ്റിയിലേക്ക് അമർത്തി വെച്ചു കൊടുത്തു. ഡേവിഡിന്റെ കയ്യിൽ നിന്നും കർച്ചീഫ് കയ്യിൽ വാങ്ങി അവൾ സ്വയം നെറ്റിയിൽ അമർത്തി പിടിച്ച നിമിഷം അറിയാതെ അവളുടെ കണ്ണുകളൊന്നും നിറഞ്ഞുപോയി. ഋതുവും ആദ്രി അവൾ അരിവോടെ നോക്കി. ജോലി അത്രമാത്രം ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് മാത്രമാണ് തങ്ങൾ ഇവിടെ കാട്ടും തുപ്പേറ്റിങ്ങനെ നിൽക്കേണ്ടി വരുന്നത്. എന്തെങ്കിലും ഒരു ജോലി ഉടനെ കണ്ടെത്തണം, അതിവിടെ ഇവിടെ പിടിച്ചു നിൽക്കണം. അതാണ് റൂമിലെത്തിയ ശേഷം ഏക തങ്ങളോട് പറഞ്ഞ്. അതുകൊണ്ട് തന്നെയാണ് രണ്ടുപേരും ഇത്രയും സമയം മൗനം പാലിച്ചത്. വാമിക അപ്പോഴും മൗനം പൂണ്ടു. ഏട്ടൻ നിൽക്കുമ്പോൾ ഒന്നും പറയാൻ പാടില്ല. ഏട്ടന് പെട്ടെന്ന് ദേഷ്യം വരും. ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കേട്ടാൽ പിന്നെ ആരാ എന്താ എന്നൊന്നും നോക്കില്ല. കുഞ്ഞുനാൾ മുതലേ വാമിക്ക് വൈര്യനെ പേടിയാണ്. ഏട്ടൻ എന്നാൽ അവൾക്ക് അച്ഛനെ പോലെയാണ്. വൈര്യന് തിരിച്ചു അവളൊരു മകളോടെന്ന പോലെ സ്നേഹമാണ്. ഒരുപാട് സ്നേഹം കൊടുക്കുന്ന, ഒരുപാട് വാത്സല്യം കൊടുക്കുന്ന, ഫ്രീഡം കൊടുക്കുന്ന, പക്ഷെ വളരെ ഗൗരവക്കാരനായിട്ടുള്ള ഒരു ഏട്ടൻ. ഇരുവരും തമ്മിൽ 7 വയസ്സോളം പ്രായവ്യത്യാസമുണ്ട്. ഇത്രയും നേരം ചുമരിൽ ചാരിയുന്ന കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിരുന്ന പ്രേം വശ്യമായി ഒന്ന് ചിരിച്ചു. പബ്ബിൽ വെച്ച് ആദ്യമായി കാണുമ്പോൾ തികച്ചും നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയെ പോലെ തോന്നി. ഇഷ്ടമില്ലാത്തടത്ത് വന്നുവിട്ട പോലുള്ള ഞെട്ടലും ഭയം കൊണ്ട് ചുവന്നു കൊടുത്ത് നിന്നവൾ ആൾക്കൂട്ടത്തിനിടയിലൂടെ പരക്കം പാഞ്ഞ് എന്തോ ലക്ഷ്യമാക്കി ഓടുന്നവളെ ആവേശത്തോടെ ഇടുപ്പിൽ പിടിച്ചടുപ്പിച്ചു. പക്ഷേ പനനീർപ്പൂവിനെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ, ഇല്ലെങ്കിൽ മുള്ളുകുത്തി കയറി മുറിയും. ഒന്ന് തൊട്ടതും പെണ്ണിന്റെ വിധം മാറി. മുഖത്തിനിട്ട് കിട്ടി അസലൊരു പഞ്ച്. പിന്നീട് ഒരു അത്ഭുതം പോലെ തോന്നി. പെണ്ണിന്റെ വേഗത അതാണ് തന്നെ അവളിലേക്ക് കൂടുതൽ അടുപ്പിച്ചത്. അഞ്ജലിക്കും വാമിയക്കും അവളുടെ കയ്യിൽ നിന്ന് നല്ല കിട്ടിയപ്പോഴേ അറിയാമായിരുന്നു വൈര്യനെ ഇവളെ പൊക്കുമെന്നും എന്നാലും തന്റെ മുന്നിൽ ഇവൾ എത്തിപ്പെടുമെന്നും. എത്തി, കണ്ടു, ഇഷ്ടമായി. ഇനി വിടില്ല. ഏതു വിധേനയും നേടിയെടുക്കണം. അവളിലെ ശൗര്യം, ശക്തി, എല്ലാം ആസ്വദിക്കാനൊരു മോഹം. പ്രേമിന്റെ മനസ്സിലും ഏക തന്നെയായിരുന്നു. പോട്ടെ, വിട്ടേക്കേക. വൈര്യൻ സാർ ഒന്നും ഉദ്ദേശിച്ചാൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക. ഞാൻ പറഞ്ഞല്ലേ ഇവരൊക്കെ എന്തു പറഞ്ഞാലും ചുമ്മാ കേട്ടുകൊണ്ട് നിൽക്കണമെന്ന്. രാകേഷ് ഏകയെ സമാധാനിപ്പിക്കാൻ നോക്കി. അതിന് ഞാൻ എന്ത് തെറ്റാ മുകേഷ് സാർ ചെയ്ത്? ഇതുവരെ ഈ നിമിഷം വരെയും വൈര്യന്റെ ഫാമിലിയോട് ഞാൻ എന്താ ചെയ്ത്? അന്ന് പബ്ബിൽ വെച്ച് ഐശ്വര്യനെ രക്ഷിക്കണമെന്ന് മാത്രമേ ഞാനപ്പോൾ കരുതിയുള്ളൂ. ശരിയാ, അടിച്ചു. അതിനെന്നെയും തിരിച്ചടിച്ചല്ലോ. ഏക ഓരോന്നും പറയുമ്പോഴും മുകേഷ് അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇരുവരുടെയും സംസാരം ശ്രദ്ധിച്ചു നോക്കുന്ന ഡേവിഡ് മെല്ലെ അവർക്കടുത്തേക്ക് വന്നു. ആക്ച്വലി എന്താണ് പ്രോബ്ലം? അഞ്ജലി മാമിന് പുതിയ കാരണം അപ്പോയിന്റ് ചെയ്യുന്നല്ലാതെ എനിക്ക് വേറെ ഇൻഫോർമേഷൻ ഒന്നും കിട്ടിയിരുന്നില്ല. നിങ്ങളിവിടെ വന്നപ്പോൾ മുതൽ അഞ്ജലി മാമിന്റെ പെരുമാറ്റം കണ്ടപ്പോൾ എന്തോ വ്യക്തിവൈരാഗ്യമുള്ള പോലെ എനിക്ക് തോന്നി. എന്താണ് നിങ്ങളോട്, ഐ മീൻ ഏകയോട് ഇത്രക്ക് ദേഷ്യവർക്കെല്ലാം? ഡേവിഡ് ചോദിക്കുമ്പോൾ ഏക ഒന്നും മിണ്ടിയില്ല. പക്ഷേ പബ്ബിൽ വെച്ചുണ്ടായ സംഭവങ്ങൾ മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ വള്ളി തെറ്റാതെ ആതിര അവനോട് പറഞ്ഞു. ഓ, അങ്ങനെയാണോ? സാധാരണ വൈദ്യൻ സാർ മുൻപിൻ ചിന്തിക്കാതെ തീരുമാനം എടുക്കുന്ന ആളൊന്നുമല്ല. എന്തോ തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കണം. ഞാനന്ന ദിവസം ലീവിലായിരുന്നു. ഇല്ലെങ്കിൽ എന്താ, തനിക്കും ഞങ്ങളുടെ കയ്യിൽ നല്ല കിട്ടിയേനെ. ആതിര ഡേവിഡ് നോക്കി പുച്ഛിച്ചു. കിട്ടിയതും കൊടുത്തൊക്കെ തൽക്കാലം അവിടെ നിൽക്കട്ടെ. ആദ്യം ഇവിടെ നടന്ന കാര്യങ്ങൾക്ക് പ്രൂഫ് വേണം. ആ പബ്ബിലെ മാനേജർ എനിക്ക് പരിചയമുള്ള ആളാണ്. അന്ന് നടന്ന സംഭവങ്ങളുടെ വിഷ്വൽസ് കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. വൈദ്യൻ സാറിന് സത്യാവസ്ഥ ബോധ്യമായ ചിലപ്പോൾ നിങ്ങളോട് അദ്ദേഹം ക്ഷമിക്കും. അങ്ങനെ ഉണ്ടായാൽ പിന്നെ ഇവിടെ നിൽക്കേണ്ടി വരില്ല. നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾക്ക് ജോലിയും ചെയ്യാം. എന്താ? ആദ്യ ഋതുവും മുകേഷും നന്ദിയോടെ ഡേവിഡിനെ നോക്കി. പക്ഷേ ഏക മാത്രം മുഖം കൂർപ്പിച്ച് നിന്നേ ഉള്ളൂ. കുറച്ചുനാൾ ഇവിടെ ജോലി ചെയ്തിട്ട് തെറ്റിദ്ധാരണ മാറ്റിയാൽ പോരെ എന്നായിരുന്നു അവിടെ മനസ്സിൽ. അത്രയും ദിവസം തന്നെ കൃഷിനെ കണ്ടുകൊണ്ടിരിക്കാമല്ലോ. കുട്ടിക്ക് കിട്ടിയതൊന്നും പോരാ. 2 ആഴ്ച അങ്ങനെ കടന്നുപോയി. ഗാർഡിന്റെ പണിക്ക് വന്നിട്ടും അഞ്ജലി ഏകയുടെ അടുത്തും കൂടെ കൂട്ടിയില്ല. ചിലപ്പോഴൊക്കെ ഫ്ലാറ്റിലെ ഒരു മൂലയിൽ പുറകിൽ കൈയും കെട്ടി മണിക്കൂറുകളോളം അവൾക്ക് നിൽക്കേണ്ടി വന്നു. അതും വിശപ്പും ദാവൊക്കെ സഹിച്ച്. ഫ്ലാറ്റിലെത്തി 1 ആഴ്ച കഴിഞ്ഞതും ആതിര ഋതുവും തിരികെ ഓഫീസിൽ ഡ്യൂട്ടി കയറി തുടങ്ങി. ദൈവം തന്നെയാണ് അവരോട് തിരികെ ഓഫീസിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടതും. അപ്പോഴേക ഫ്ലാറ്റിൽ ഒറ്റക്കായി. ആകെയുള്ളൊരാശ്വാസം ഡേവിഡാണ്. അത് ഇടക്ക് മാത്രമേ അവനെയും കാണാൻ കിട്ടാറുള്ളൂ. ഡേവിഡ് എപ്പോഴും വൈര്യന്റെ കൂടെയാവും. വൈര്യൻ മിക്കപ്പോഴും ഷൂട്ടിംഗ് തിരക്കുകളായിരിക്കും. ഡൈനിങ് ടേബിൾ പോലും അവനെ കാണാൻ കിട്ടാറില്ല. രാവിലെ തന്നെ ഫ്രഷായി കാറ്റ് പോലെ ഫ്ലാറ്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിനെ ഒരു മിന്നായം പോലെയാണ് ഏക്ക് കാണാൻ കഴിയുക. ചില ദിവസങ്ങളിൽ 2-3 ദിവസം കഴിയുമ്പോഴാണ് അവർ ഫ്ലാറ്റിലേക്ക് വരാറുള്ളത് പോലും. ചുരുക്കി പറഞ്ഞാൽ ഫ്ലാറ്റിലേക്ക് ആദ്യമായി വന്ന ദിവസം കണ്ടതല്ലാതെ പിന്നെ ഏക വൈര്യനെ കാണുന്നത് 1-2 തവണ മാത്രമാണെന്ന് സാരം. അന്നൊരു സൺഡേ ആയിരുന്നു. റൂമിൽ നിന്ന് അല്പം ലേറ്റായിട്ടാണ് ഏക ലിഫ്റ്റിലേക്ക് കയറിയത്. ലേറ്റായി എത്തിയാൽ അഞ്ജലി കടന്നു പൊട്ടുന്ന ചീത്ത വിളിക്കും.
ഓരോന്ന് സ്വയം പിറുവിറുത്തുകൊണ്ട് ലിഫ്റ്റിൽ അങ്ങനെ നിന്നു അവൾ. എന്തിനാ ജോയിൻ ചെയ്ത അന്ന് മുതൽ നോക്കുത്തിയുടെ പണിയാണ് എടുക്കുന്നത്. മടുത്തു. എല്ലാം കളഞ്ഞിട്ട് നാട്ടിൽ പോകുന്ന ഇതിലും ഭേദം. അവിടെ പോയ ലൈബ്രറിയിൽ പോയി 2 പുസ്തകം വായിച്ചെങ്കിലും സമയം കളയാം. അവളുമാര് രക്ഷപ്പെട്ടു. 1 വീക്ക് നോക്കുത്തിയായി പണിയെടുത്തിട്ട് ഓഫീസ് സ്റ്റാഫ് കുറവെന്ന പേരിൽ അവളുമാര് തിരികെ ഓഫീസിൽ കയറ്റി. ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ കാര്യം നോക്കിയാൽ മതിയല്ലോ. മറ്റേത് അവരുടെ കാര്യം ഓർത്തിട്ടായിരുന്നു ടെൻഷൻ അത്രയും. ഇനി ഞാൻ കാരണം അവരുടെ ജോലി പോകുന്നുള്ള ടെൻഷനും വേണ്ട. ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം. ആ ചുണ്ടലി അഞ്ജലിയോടൊന്ന് സംസാരിക്കണം. ജോലി പോയാലും വേണ്ടില്ല. ലിഫ്റ്റ് ഇറങ്ങി അവൾ വേഗം തന്നെ ഫ്ലാറ്റിലേക്ക് നടന്നു. ഹലോ, നീ എന്താ ബാറ്ററി ആണോ? വല്ലാത്ത സ്പീഡാണല്ലോ. ആ ചോദ്യം കേട്ടതും ഏകം ഒന്ന് തിരിഞ്ഞു നോക്കി. അവളെ നോക്കിക്കൊണ്ട് തന്നെ ചെറുപുഞ്ചിരിയോടെ വേഗത്തിൽ നടന്നു വരികയാണ് ഡേവിഡ് അത്യാവശ്യം നല്ല ലുക്കുള്ള ഒരു ചെറുപ്പക്കാരനാണ്. നല്ല ഉയരവും അതിനൊത്ത ബോഡിയുമാണ് അവന്. ബ്ലാക്ക് യൂണിഫോമും ഷർട്ടും ബ്ലാക്ക് പാൻറ്റുമാണ് അവന്റെ വേഷം. ഈടായിട്ട് ബാറ്ററി ഇട്ടാൽ മാത്രം പ്രവർത്തിക്കുന്ന പാവയായി പോയി ഞാനും. എനിക്ക് ചോരയും നീരൊന്നും ഇല്ലല്ലോ. അടിമയല്ലേ അടിമ. അല്ല, ഡേവി എവിടെ പോയതാ? അതോ ഫുഡ് വാങ്ങാൻ വേണ്ടി പോയതാ. ഫ്ലാറ്റിൽ മെയ്ഡ് വന്നിട്ടില്ല. ആരുടെ മകന് പനി പിടിച്ച കാരണം 1 വീക്ക് അവർ ജോലിക്ക് വരില്ല. രാവിലെ സ്റ്റെപ്പ് എണ്ണി കയറാന്ന് വെച്ചാ ഞാൻ ലിഫ്റ്റ് ഒഴിവാക്കിയത്. എവിടെ? നീളാത്ത 2 റോബോട്ടുകൾ കൂടി ഉണ്ടല്ലോ. സൺഡേ ആയതുകൊണ്ട് വരാത്താണോ? ഒരു കുഞ്ഞു കളിയാക്കൽ ഡേവിന്റെ സംസാരത്തിൽ കേട്ടോ ഏകൊന്ന് ചിരിച്ചു. അപ്പം അറിഞ്ഞില്ലേ, അവിടെ എടുത്ത് ഡ്യൂട്ടി കഴിഞ്ഞ ആഴ്ച ഓഫീസിൽ പറഞ്ഞിട്ട് ദേവൻ സാറ്. നോക്കൂത്തിയായിട്ട് ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്കെന്ത് സൺഡേ. നന്നായി. പിന്നെ വൈദ്യ സാർ ഫ്ലാറ്റിലുണ്ട്. അത് മാത്രമല്ല, തനിക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട് കേട്ടോ. സൂപ്പർ സ്റ്റാർ ഫ്ലാറ്റിലുള്ളതാണോ എനിക്കുള്ള ഗുഡ് ന്യൂസ്? അങ്ങനെ ഉള്ളതില്ലാത്തൊക്കെ കണക്കാ. ഞങ്ങളെയൊക്കെ സർവൻ്റ് ആയിട്ടല്ലേ പുള്ളി കാണുന്നത്. അഹങ്കാരി. വലിയ സിനിമ നടന്നുള്ള അഹങ്കാരം അയാൾക്ക്. 1 സൈഡ് ലവിന്റെ സൈഡ് എഫക്റ്റ് ആണോ ഈ കുശുമ്പൂത്തലും കുറ്റം പറച്ചിലൊക്കെ. നീ മോളെ മതിയായിക്കോ. നീ ഒന്നുമില്ലെങ്കിലും ഞാൻ അങ്ങനെ പേഴ്സണൽ ബോഡി ഗാർഡാ. അവനെ പറഞ്ഞ് ഞാനങ്ങനെ പ്രതികരിക്കുന്നത് എനിക്ക് പോലും പറയാനൊക്കത്തില്ല കേട്ടോ. ചെറുപുഞ്ചിരിയോടെ തമാശ എന്ന വിധത്തിലാണ് ഡേവിഡ് പറഞ്ഞത്. വേറെ വല്ലവരായിരുന്നെങ്കിൽ അവൻ ചിലപ്പോൾ എടുത്തു മലത്തി അടിച്ചേനെ. അതെ, അതിന് വലിയ വെല്ലുവിളിയൊന്നും വേണ്ട കേട്ടോ. താൻ കണ്ടിട്ടില്ലല്ലോ. നിന്നേക്കാൾ തണ്ടും തടിയുള്ള കുറച്ചിനത്തിന് പുഷ്പം പോലെ അടിച്ചു കിടത്തിയവളാ ഈ ഏകാവിശ്വനാഥൻ. മോന്റെ വിരട്ടിലൊക്കെ ആ ചുണ്ടലി അഞ്ജലിയുടെ അടുത്ത് മതി കേട്ടോ. ഏക അതുപോലെ തന്നെ അവർ നോക്കി പറഞ്ഞു. സിനിമാ നടൻ വൈരിനെ മാത്രമേ എല്ലാവർക്കും അറിയൂ. പക്ഷെ RV ഗ്രൂപ്പ്സ് എന്ന ബിസിനസ് സാമ്രാജ്യത്തിന്റെ കിരീടം വെക്കാത്ത അടുത്ത രാജാവ് വൈരുദ്രദേവ് വർമ്മ. സിനിമാ ജീവിതമൊക്കെ വെറും ഹോബി മാത്രമേ ഉള്ളൂ. മതി കൂടുതൽ വർണ്ണനയും വേണ്ട. സിനിമയിലെ റൊമാൻസ് ഹോബി ആയിരിക്കും അല്ലേ? അതേപോലെ കുറെ ബോഡി ഗാർഡ്സിനെ പുറകെ കൊണ്ടു നടക്കുന്ന വെറും ഷോ ആയിരിക്കും. റൊമാൻറ്റിക് ഹീറോയെ പുകഴ്ത്ത് നിർത്തി താൻ എനിക്കുള്ള ഗുഡ് ന്യൂസ് എന്താണെന്ന് പറവേ. മുന്നോട്ട് നടക്കുന്നതിനിടെ അവൾ ചോദിച്ചു. RV ഗ്രൂപ്പ്സിലുള്ളവർക്കൊക്കെ ബിസിനസ് മേഖലയിൽ നിന്ന് ഒത്തിരി ശത്രുക്കളുണ്ടേക്കാം. അതാ ഇത്രയും ടൈറ്റ് സെക്യൂരിറ്റി. അല്ലാതെ നീ കരുതും പോലെ ബോഡി ഗാർഡ്സൊക്കെ സിനിമ തന്നെ ഷോ കാണിക്കാൻ വേണ്ടിയല്ല. അല്ലെങ്കിൽ തന്നെ ഗാർഡ്സിനെ കൊണ്ട് നടക്കുന്ന സിനിമ തന്നെ നീ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിന് ഏക അവനെ നോക്കി പുച്ഛിച്ചു. ബെസ്റ്റ്, നല്ല സെക്യൂരിറ്റി തന്നെയാ. ഞങ്ങൾ 3 പെമ്പിള്ളേർ ചേർന്ന അന്ന് ആ ഗാർഡ്സിനെ മുഴുവൻ അടിച്ചൊതുക്കിയത്. ഡേവിക്കറിയോ, എനിക്ക് ഋതുവിനെ ആദ്യം മുമ്പൊരിക്കൽ പോലും അങ്ങനെ ഫൈറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. വെറുതെ ഓരോന്നും പഠിച്ചെന്നല്ലാണ്ട് ഞാൻ ഒരിടത്തും പോയി അടി ഉണ്ടാക്കിയിട്ടുമില്ല. അതുമാത്രം ഞങ്ങൾ അത്രയ്ക്ക് സ്ട്രോങ് ഒന്നുമല്ല ഡേവി. തിരിച്ചടിക്കാൻ അറിയുന്ന ആരും വന്നാലും ഈസിയായി ഞങ്ങൾ അടിച്ചിടാം. പക്ഷെ ആ തടിമാടന്മാരെ ഗാർഡ്സൊക്കെ വളരെ വീക്കായിരുന്നു ഡേവിഡ്. അത് നിനക്ക് തോന്നുന്നേക. ആമാരെ കയ്യിൽ ആയുധം കൊണ്ട് നടക്കുന്നവരാ. എതിരാളിയെ കുത്തിമലർത്തിയാലോ വെടിവെച്ചിട്ടാലോ ആരും ചോദിക്കാൻ വരില്ല. എന്നിട്ട് നിങ്ങൾ 3 പെൺകുട്ടികളുടെ മുമ്പിൽ അവന്മാർ തോറ്റു പിന്മാറെങ്കിൽ അതിനു പുറകിൽ ഒരു ചതി ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഇത് ഞാൻ പറഞ്ഞല്ല, വൈര്യനോട് നേരിട്ട് പറഞ്ഞ. ആ ഗാർഡ്സിനൊക്കെ നല്ല കൊടുത്ത് വൈര്യൻ ടെർമിനേറ്റ് ചെയ്യുകയും ചെയ്തു. അറിയോ നിനക്ക്? ഏക ശരിക്കൊന്ന് ഞെട്ടി. എന്താ ഡേവി നീ പറയുന്നേ? വൈര്യൻ അന്നത്തെ ദിവസം അപകടപ്പെടുത്താൻ ആരോ ശ്രമിച്ചിരുന്നു. ആ ടീം വൈര്യന്റെ ഗാർഡ്സിനെ വരെന്ന് സ്വാധീനിച്ചിരുന്നു. നിങ്ങൾ ആ ടീമിലുള്ളവരാണെന്ന് കരുതിയാണ് അവന്മാർ മനഃപൂർവ്വം തോറ്റു പിന്മാറിയത്. മാത്രമല്ല 2 ഗാർഡ്സ് ആ സമയം തന്നെ വൈര്യനെ നിങ്ങൾക്ക് അടുത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പോഴേക്കും നിങ്ങൾ അവിടുന്ന് പോവുകയും ചെയ്തിരുന്നു. അഞ്ജലി നിനക്ക് പണിഷ്മെന്റ് വന്നിട്ടും വൈര്യന് ഒന്നും ഉണ്ടായിരുന്നതും നിന്നെ അവന് സംശയമുള്ളതുകൊണ്ട് മാത്രമാണ്. നിന്നോട് വൈര്യൻ റൂഡായിട്ട് ബിഹേവ് ചെയ്തതും ഈ ഒരു റീസൺ കൊണ്ടാണ്. നീ ആ ഗ്യാങ്ങിൽ പെട്ടാണെന്ന് അറിയാൻ. പക്ഷെ അന്ന് പബ്ലിക് സംബന്ധിച്ചതിന്റെ CCTV വീഡിയോ ഞാൻ കാട്ടിക്കൊടുത്ത് കാര്യങ്ങൾ വൈര്യനെ ബോധ്യപ്പെടുത്തി. അപ്പോഴാണ് RV ഗ്രൂപ്പിന്റെ ശത്രുക്കളയച്ച ഗുണ്ടകൾ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് മനസ്സിലായത്. ഒരുപക്ഷെ നിങ്ങൾ 3 പേരും കാരണമാവണം വലിയൊരു ദുരന്തം ഒഴിവായത്. അവരുടെ പ്ലാനിങ് അത് നിന്റെ പ്രവൃത്തികാരം തടസ്സമായത്. അപ്പോ അന്ന് ഞങ്ങൾ അവിടെ എത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ വൈര്യന്റെ ശത്രുക്കൾ ആക്രമിക്കായിരുന്നോ? അങ്ങനെ ചോദിച്ചു പോയി അവൾ. തീർച്ചയായിട്ടും ആക്രമിച്ചേനെ. ഗാർഡ്സൊക്കെ അടികൊണ്ട് തളർന്ന പോലെ അഭിനയിച്ചേനെ. പക്ഷെ അപകടം സംഭവിക്കാൻ പോകുന്ന അഞ്ജലിക്കും വാമിക്കും മാത്രമായിരുന്നു. വൈര്യന്റെ രോമത്തിൽ പോലും ആരും തൊടിലേക. ആ മുതൽ വേറെയാ. അവനെ തൊട്ടാ തൊടുന്നതിന്റെ കാരണമാവും വൈര്യൻ രുദ്രദേവ് വർമ്മ. ചിലപ്പോൾ നിന്റെ ഇവിടുത്തെ ഡ്യൂട്ടിന്ന് കഴിയും. വൈര്യനെല്ലാം മനസ്സിലാക്കിയ സ്ഥിതിക്ക് നിന്നെ തിരികെ ഓഫീസിലേക്ക് പറഞ്ഞേക്കും. അതായത് നേരത്തെ പറഞ്ഞ ഗുഡ് ന്യൂസ്. ഡേവിഡ് പറയുമ്പോൾ ഏകയുടെ മുഖമൊന്ന് തിളങ്ങി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.